നമസ്തേ. സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം 9. മക്കളെ, ഏകകം ചത്വരി, ഏകകം 4, യൂണിറ്റ് 4, ജീവനം ഭുവനം. ഈ ഭുവനം നമ്മുടെ ജീവിതമാണ് ഈ ലോകം. പ്രകൃതി നാനാവിഭവൈഃ ഭൂവിഭവൈഃ സമലംകൃതാ ഭവതി. വൈവിധ്യപൂർണാനാം ഏതേഷാം വിഭവാനാം പരിപാലനെ മാനവാः ദത്തശ്രദ്ധാः ഭവേയുः. സർവപ്രകാരൈः സമൃദ്ധാ ഇയം പ്രകൃതി അസ്മാകं ജീവനം ഭവതി. പ്രകൃതിം സംരക്ഷയാമः, പ്രകൃത്യാ സഹ ജീവനം കുർമശ്ച. ഏകകേസ്മിൻ അഗ്രേ ഗച്ഛാമः വദാമ കിം ഇതി പാഠദ്വയം സമായോജിതം ഭവതി. ഏകകം ചത്വരി, ജീവനം ഭുവനം. പ്രകൃതി ഈ ലോകം, നാനാവിധൈഃ ഭൂവിഭവൈഃ നാനാവിധങ്ങളായ ഭൂവിഭവങ്ങളാൽ സമലംകൃതാ ഭവതി അലങ്കരിക്കപ്പെട്ടതാണ്. എങ്ങനെ അലങ്കൃതം? സമലങ്കൃതമാണ്, നന്നായിട്ട് അലങ്കരിക്കപ്പെട്ടതാണ് ഈ ലോകം. വൈവിധ്യപൂർണാനാം ഏതേഷാം വിഭവാനാം പരിപാലനെ മാനവാः ദത്തശ്രദ്ധാः ഭവേയുः. വൈവിധ്യപൂർണാനാം ഏതേഷാം വിഭവാനാം, വൈവിധ്യപൂർണങ്ങളായ, വൈവിധ്യം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള, പല നാനാത്വം നിറഞ്ഞ, ഏതേഷാം വിഭവാനാം ഈ വിഭവങ്ങളുടെ പരിപാലനത്തിൽ മാനവാः ദത്തശ്രദ്ധാः ഭവേയുः മനുഷ്യർ ദത്തശ്രദ്ധാः ഭവേയുः എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ദത്തമാകണം, അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കണം, ശ്രദ്ധ നൽകണം. ഈ ഭുവനത്തെ നമ്മൾ പരിപാലിക്കണം. സർവപ്രകാരൈഃ സമൃദ്ധ ഇയം പ്രകൃതി. സർവപ്രകാരൈഃ എല്ലാ തരത്തിലും സമൃദ്ധമായ ഇയം പ്രകൃതി അസ്മാകം ജീവനം ഭവതി. ഇത് നമ്മുടെ ജീവനാണ്. പ്രകൃതിം സംരക്ഷയാമഹ, ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം. പ്രകൃത്യാ സഹ ജീവനം കുർമശ്ച, ഈ പ്രകൃതിയോടൊപ്പം നമ്മൾ ജീവനം കുർമശ്ച ജീവിതം നയിക്കുകയും വേണം. ഏകകേസ്മിൻ, ഏകകേ അധികം പ്രശ്ലേഷത്തിൻ്റെ സ്ഥാനത്ത് അകാരം വെച്ച് പറയൂ. ഏകകേ അധികം അസ്മിൻ, നല്ല കുട്ടികൾ. ഏകകേ അസ്മിൻ അഗ്രേ ഗച്ഛാമ, ഈ ഏകകത്തിൽ അഗ്രേ ഗച്ഛാമഹ വദാമ കിം ഇതി പാഠദ്വയം സമായോജിതം ഭവതി. ഇത് 2 പാഠങ്ങളുണ്ട്, അഗ്രേ ഗച്ഛാമഹ എന്നും വദാമ കിം എന്നും. ഇനി പാഠഭാഗം ബാക്കി. നവമഃ പാഠഃ അഗ്രേ ഗച്ഛാമഃ, നമുക്ക് ഉയരത്തിലേക്ക് പോകാം. എന്നും ഉയരത്തിലേക്ക്, മുന്നോട്ടായിരിക്കണം നമ്മുടെ ഗതി. എന്നാൽ മാത്രമേ നമുക്ക് പല പുരോഗതികളും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവുള്ളൂ. ചിത്രസ്യ വിശകലനം കൃത്വ സ്വമതം വദതു. ചിത്രത്തിൻ്റെ വിശകലനം ചെയ്തിട്ട്, ചിത്രം നോക്കി മനസ്സിലാക്കിയിട്ട് സ്വമതം വദതു, സ്വന്തം മതം പറയൂ. സ്വന്തം മതം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം അഭിപ്രായം പറയൂ, ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറയൂ എന്ന്. മലമുകളിലേക്ക്, ഉയരത്തിലേക്ക് പറന്നു പോകുന്ന പക്ഷികൾ അല്ലേ? ഭല്ലുകഃ, മയൂരഃ, വ്യാഘ്രഃ, ഗജഃ, ഹരിണഃ, ഇയാൾ പേര് വിട്ടുപോയല്ലോ, പിന്നെ വൃഷഭഃ. അത് പറഞ്ഞു തരാം കേട്ടോ. സാഹിത്യേ അന്യതമ അതുല്യാച്ച ഏക കലാഭവതി പ്രഭാഷണം. സാഹിത്യത്തിൽ അന്യതമവും ഒരു കല ആണ് പ്രഭാഷണം. അതുല്യമാണ്, അതിന് തുല്യത വയ്ക്കാൻ വേറെ യാതൊന്നുമില്ല. അതായത് ഈ പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ പല കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തുന്നു. സാഹിത്യേ അന്യതമ അതുല്യാച്ച ഏക കലാഭവതി പ്രഭാഷണം. ഇത് നല്ലൊരു കലയാണ്. തേന, ആ കലയിലൂടെ മാനവാനാം ജീവനെ പരിവർത്തനം സാധ്യം. ആ മാനവ ജീവിതത്തിൽ, മനുഷ്യരുടെ ജീവിതത്തിൽ പരിവർത്തനം സാധ്യമാണ്. പരിവർത്തനം, മാറ്റങ്ങൾ. നല്ലത് കേൾക്കുമ്പോൾ നല്ലതായിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. ചീത്തയാണ് കേൾക്കണമെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കണം. അതിനൊക്കെയാണല്ലോ നമ്മുടെ ബുദ്ധി മനസ്സിലെത്തിയിട്ട് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചിട്ടൊക്കെയല്ലേ കാര്യങ്ങൾ ചെയ്യണത്. തേന മാനവാനാം ജീവനെ പരിവർത്തനം സാധ്യം. മാനവരുടെ ജീവിതത്തിൽ മാറ്റം സാധ്യമാണ്. പ്രഭാഷണം
മാനവ ഹൃദയ ആവർജകം പരിവർത്തനാത്മകം ആർദ്രതാജനകം ച ഭവതി. ഈ പ്രഭാഷണങ്ങൾ മാനവ ഹൃദയ ആവർജകം, മനുഷ്യരുടെ ഹൃദയങ്ങളെ ആകർഷിക്കുന്നതും ആവർജകവും പരിവർത്തനാത്മകം, പരിവർത്തനത്തിന് സാധ്യമാകുന്നതും ആർദ്രതാജനകം, അതിന് സന്തോഷം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്നേഹം ജനിപ്പിക്കുന്നതും അതിനോടുള്ള താല്പര്യം ജനിപ്പിക്കുന്നതും എല്ലാമാകും. മഹാത്മനാം പ്രഭാഷണാനി, മഹാന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കണം. നല്ലത് നമ്മൾ സ്വീകരിക്കുക, ചീത്ത നമ്മൾ ഉപേക്ഷിക്കുക. മാനവാനം പ്രഭാഷണാനി സാമൂഹിക പരിഷ്കരണെ, ഈ സമൂഹത്തിൻ്റെ പരിഷ്കരണത്തിൽ മഹാന്മാരുടെ പ്രഭാഷണങ്ങൾക്ക് നല്ല സ്ഥാനം ഉണ്ട്. അവർ പ്രബോധനങ്ങളിലൂടെ പല കാര്യങ്ങളും സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അവർ നല്ലത് സ്വാംശീകരിക്കുന്നു, ചീത്ത ഉപേക്ഷിക്കുന്നു. ഇതരാം സ്വാധീനം കുറുവന്തി, വളരെയധികം സ്വാധീനം ചെയ്യുന്നുണ്ട് പ്രഭാഷണങ്ങൾ. ഏകം പ്രഭാഷണം ശൃണുമഹ, നമുക്കൊരു പ്രഭാഷണം കേട്ടാലോ. നമസഭായൈ, സദസ്സിന് വന്ദനം. സഭ, സദസ്സ്. സഭായൈ, സഭയ്ക്ക് വേണ്ടി. നമഃ, നമസ്കാരം. സഭായൈ നമഃ. പ്രിയമിത്രാണി, അല്ലയോ പ്രിയപ്പെട്ട മിത്രങ്ങളെ, അദ്യ അഹം പ്രകൃതി വിഭവാനാം സദുപയോഗഃ ഇതി വിഷയമധികൃത്യ കിഞ്ചിത് വക്തും ഇച്ഛാമി. പരിതോ വിദ്യമാന സ്ഥിതി ഏവ പരിസ്ഥിതിരിതി വ്യവഹ്രിയത്തെ. സാ ഏവ പരിസ്ഥിതി മാനവാനാമപി ജീവനസ്യ ആധാരഭൂത ഭവതി. അസ്മാൻ പരിതഃ വിദ്യമാനാः പ്രകൃതിവിഭവാः സാർവകാലികാः ഇതി യൂയം ചിന്തയഥ കിം. നമസ്സഭായി, സദസ്സിന് വന്ദനം. പ്രിയമിത്രാണി, എൻ്റെ പ്രിയപ്പെട്ട മിത്രങ്ങളെ, അദ്യ ഇന്ന്, ശ്വഹ നാളെ, ഹ്യഹ ഇന്നലെ, 3 വാക്ക് പഠിച്ചു. അദ്യ ഇന്ന്, ശ്വഹ നാളെ, ഹ്യഹ ഇന്നലെ. അദ്യ അഹം, ഇന്ന് ഞാൻ, പ്രകൃതി വിഭവാനാം സദുപയോഗഃ ഇതി വിഷയം, പ്രകൃതി വിഭവങ്ങളുടെ സദുപയോഗം, നല്ലതായിട്ടുള്ള ഉപയോഗം എന്ന വിഷയത്തെ അധികൃത്യ ലബന്ധമവ്യം കിഞ്ചിത് വക്തും തുമുന്നന്തമവ്യയം കിഞ്ചിത് വക്തും, കുറച്ച് കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ഇച്ഛാമി, ഞാൻ ആഗ്രഹിക്കുന്നു. പരിതോ വിദ്യമാന സ്ഥിതി ഏവ പരിസ്ഥിതിരിതി വ്യവഹ്രിയത്തെ. എന്താണ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ? പരിതഃ വിദ്യമാന സ്ഥിതി പരിസ്ഥിതി. പരിതഃ ചുറ്റുപാടും, വിദ്യമാനാഹ ഉള്ളതായിട്ടുള്ള, സ്ഥിതിയാണ് നിലയാണ് പരിസ്ഥിതി. നമ്മുടെ ചുറ്റുപാടും കാണുന്ന അവസ്ഥയാണ് പരിസ്ഥിതി. പരിതോ വിദ്യമാന സ്ഥിതി ഏവ പരിസ്ഥിതി ഇതി വ്യവഹ്രിയത എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നു. സാ ഏവ പരിസ്ഥിതി, ആ പരിസ്ഥിതി മാനവാനാമപി ജീവനസ്യ ആധാരഭൂത ഭവതി, മനുഷ്യരുടെ ജീവിതത്തിന് ആധാരഭൂതമാണ്, അടിസ്ഥാനം നൽകുന്നതാണ്. അസ്മാൻ പരിതഃ, നമുക്ക് ചുറ്റിലും. അസ്മാൻ പരിതഃ, നമുക്ക് ചുറ്റിലും, നമ്മുടെ ചുറ്റിലും, നമ്മെ ചുറ്റിലും. പരിതഃ ഇത് അവ്യസ്യയോഗ്യ ദ്വിതീയ വിഭക്തി. അതാണ് അസ്മാൻ എന്ന് പറയുന്നത്. നമ്മളെ ചുറ്റിലും വിദ്യമാനാഹ പ്രകൃതി വിഭവാഹ. ഇതൊക്കെ ചോദിക്കും, ഓരോരോ അവ്യയത്തിൻ്റെ യോഗത്തിൽ വിഭക്തി ഏതാണ് എന്ന്. അതാണ്, അങ്ങനെയാണ് ചോദ്യം വരിക. അപ്പോൾ പരിതഃ ഇത് അവ്യസ്യയോഗ്യ ദ്വിതീയ വിഭക്തി. ഗജം പരിതഃ, സൂര്യം പരിതഃ, ഗുരും പരിതഃ എന്നൊക്കെ പറയാം. അസ്മാൻ പരിതഃ വിദ്യമാനാഹ പ്രകൃതി വിഭവാഹ, നമ്മളെ ചുറ്റിലും ഉള്ളതായിട്ടുള്ള ഉള്ളതായിട്ടുള്ള പ്രകൃതി വിഭവാഹ, പ്രകൃതി വിഭവങ്ങൾ സാർവകാലികാഹ ഇതി യൂയം ചിന്തയഥാക്യം, സർവകാലത്തേക്കും ഉള്ളതാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് മാത്രം മതിയോ ഇവിടെ ഉള്ളതൊക്കെ ഉപയോഗിച്ചാണ്ട് പോയാൽ മതിയോ? നമുക്ക് ശേഷം ഇവിടെ നമ്മുടെ പരമ്പരകൾ വരില്ലേ? ഏത് ജീവജാലങ്ങളുടെയും പരമ്പരയ്ക്ക് ജീവിക്കാനുള്ളതല്ലേ ഈ ലോകം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടി ഇവിടെ വരുമ്പോൾ അവർക്ക് കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു ഭുവനമായിരിക്കണം ഇത്, അല്ലേ? അപ്പോൾ അസ്മാൻ പരിതഃ വിദ്യമാനാഹ പ്രകൃതി വിഭവാഹ, നമുക്ക് ചുറ്റിലുമുള്ള ഈ പ്രകൃതി വിഭവങ്ങൾ, ഈ വായു, ജലം, അന്തരീക്ഷം, നല്ല അന്തരീക്ഷം, അതേപോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ, ഇതെല്ലാം തന്നെ സാർവകാലികാഹ ഇത് യൂയം ചിന്തയഥാക്യം, എല്ലാ കാലത്തേക്കും ഉള്ളതാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മാനവരാശേഹേ സുസ്ഥിതയെ പ്രകൃതി വിഭവാഹ മഹത് സ്ഥാനം ആവഹന്തി. മാനവരാശേഹേ സുസ്ഥിതേः പ്രകൃതി വിഭവാഹ മഹത് സ്ഥാനം ആവഹന്തി. തേ വിഭവാഹ ഭവന്തി ഭൂമി, വായു, തേജഃ,
ജലം വൃക്ഷലതാദയഃ വിഭവാനാം ഏതേഷാം സമ്യഗുപയോഗഃ ഏവ മാനവാനാം പ്രഗതേഃ കാരണം ഭവതി നോ ചേത് മാനവരാശേഃ സർവനാശം ഭവേത്. മൃത് ജല വായു മലിനീകരണാദീനി പ്രകൃതിം നാശയന്തി കാലാന്തരെ പരിസ്ഥിതേഃ സർവനാശമപി ഭവേത്. അതः പ്രകൃതേः സംരക്ഷണം പോഷണം ച മനുഷ്യാണാം അസ്മാകം കർത്തവ്യം ഭവതി. അസ്മാകം പൂർവജാः ഏതാൻ വിഭവാൻ യഥായോഗ്യം പരിപാലിതവന്തः ഇത്യസ്മാത് അധുനാപി ഏതാൻ യഥേഷ്ടം ഉപയോക്തും ശക്നുമः. വയമപി പ്രകൃതേः സംരക്ഷകാः ഭവാമः അഗ്രേ ഗച്ഛാമः. പ്രശസ്ത ജൈവശാസ്ത്രജ്ഞേന എം.എസ്. സ്വാമിനാഥമഹോദയേന ഏവം ഉക്തമസ്തി. മാനവാനാം പ്രഗത്यै സമ്യക് ജീവനായ ച പ്രകൃതിവിഭവാः അവശ്യം സംരക്ഷണീയ ഇതി. മാനവരാശേः സുസ്ഥിതേः പ്രകൃതിവിഭവാः മഹസ്ഥാനം വഹന്തി. മാനവരാശി മനുഷ്യകുലം അതിൻ്റെ സുസ്ഥിതി നന്നായിട്ടുള്ള നിലനിൽപ്പ് അതിന് പ്രകൃതി വിഭവാഹ മഹത് സ്ഥാനം ആവഹന്തി. പ്രകൃതിയിലെ വിഭവങ്ങൾ വളരെയധികം പ്രഥമ സ്ഥാനം വഹിക്കുന്നു. തേ വിഭവാഹ ഭവന്തി ആ വിഭവങ്ങളാണ് എന്തെല്ലാം? ഭൂമി, വായു, തേജഃ, ജലം, വൃക്ഷലതാദയഃ. ഭൂമി, ഭൂമിയിലല്ലേ എല്ലാം എല്ലാവരും വരിക. വായു അല്ലേ എല്ലാവർക്കും വേണ്ടത്. തേജസ്, അഗ്നി, ജലം, ശുദ്ധജലം, വൃക്ഷലതാദികൾ ഇതെല്ലാം ജീവജാലങ്ങൾക്കും വേണ്ടതല്ലേ. വൃക്ഷലതാദയഃ വിഭവാനാം ഏതാ സമ്യക് ഉപയോഗഃ ഏവ. വിഭവാനാം ഏതേഷാം വിഭവാനാം ഈ വിഭവങ്ങളുടെ സമ്യക് ഉപയോഗഃ സമ്യകായിട്ടുള്ള നല്ലതായിട്ടുള്ള ഉപയോഗഃ ഏവ മാനവാനാം പ്രഗതേഃ കാരണം ഭവതി. ഈ വിഭവങ്ങൾ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ ഇത് മാനവ രാശിയുടെ ഒരു പ്രഗതിക്ക് ഒരു പുരോഗതിക്ക് കാരണമാവുകയുള്ളൂ. നമുക്ക് ഉള്ളത് എന്താ പറയുക, മറ്റുള്ളവർക്ക് ആർക്കും ഉള്ളതല്ല, നമുക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിച്ച് കളയാനുള്ളതല്ല ഈ ഭൂമി. ഈ ഭൂമി ഉണ്ടായിട്ട് കാലം എത്രയായി? ഇന്നും വരുന്ന ജീവജാലങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ എന്തെല്ലാം ഉണ്ട്? ജലമുണ്ട്, വായുവുണ്ട്, പിന്നെ ഇവിടെ താമസിക്കാനുള്ള ഭൂമിയുണ്ട്, വൃക്ഷലതാദികളുണ്ട്, തേജസ്, അഗ്നിയുണ്ട്, എല്ലാം വേണമല്ലോ. അപ്പോൾ വിഭവാനാം ഏതേഷാം സമ്യക് ഉപയോഗ ഈ വിഭവങ്ങളുടെ സമ്യക്കായിട്ടുള്ള ഉപയോഗം ഏവ മാനവാനാം പ്രഗതേഹ കാരണം ഭവതി. മനുഷ്യരുടെ പ്രഗതിയുടെ ഒരു പുരോഗതിയുടെ കാരണമാണ്. നോ ചെയ്ത് ഇത് ഇവിടെ നല്ലതായിട്ടില്ല എങ്കിൽ നോ ചെയ്ത് മാനവരാശയെ സർവനാശം ഭവതി. ഭൂമി ഇവിടെ പല ഭൂമികളും നഷ്ടപ്പെടുന്നുണ്ട്. പ്രളയാദികൾ വന്നിട്ട് എന്താ പറയുക, ഉരുൾപൊട്ടൽ വന്നിട്ട് ഭൂമി കുലുക്കം വന്നിട്ട് അങ്ങനെ പലതരത്തിലും ഇവിടെ പലതും നഷ്ടമായിട്ടുണ്ട്. അപ്പോഴേ നമ്മളിത് നന്നായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ മാനവരാശിക്ക് സർവനാശം വരും. നമ്മൾ മാത്രമല്ലല്ലോ, നമ്മളെ കൂടാതെ എത്രയോ ലക്ഷക്കണക്കിന് 80 ലക്ഷത്തിലധികം ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അവർക്കെല്ലാവർക്കും ജീവിക്കാൻ ഇവിടെ ഭൂമി വേണം, വായു വേണം, ജലം വേണം, തേജസ് വേണം, വൃക്ഷലതാദികൾ വേണം. അതിനെല്ലാം നമ്മൾ നശിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഒന്നും ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. സർവനാശം നോ ചേത് ഭവേത്. മൃത്ത് ജല വായു മലിനീകരണാദീനി, അതായത് മൃത്ത് മണ്ണിനെ നശിപ്പിക്കുക. മണ്ണ് പണ്ടത്തെ അത്ര ഫലഭൂയിഷ്ഠമല്ല മണ്ണെന്ന് പറയുന്നത്. എന്തുകൊണ്ടൊക്കെയോ മണ്ണൊലിപ്പോ അമിതമായ ചൂഷണങ്ങൾ, അതുകൊണ്ടെല്ലാം തന്നെ ഭൂമിക്ക് അതിൻ്റെ വളക്കൂറുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അതിന് നമ്മൾ രാസവളങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. ആ രാസവളങ്ങളുടെ പ്രയോഗം മറ്റൊരു തരത്തിൽ ഈ ഭൂമിക്ക് ദോഷകരമായിട്ടോ, അപ്പോൾ കുറച്ച് സമയത്തേക്ക് ഗുണകരമാണെങ്കിലും ചിലപ്പോൾ അത് ദോഷമായിട്ട് ഭവിക്കാതെ നമ്മൾ നോക്കണം. മൃത്ത് ജല വായു മലിനീകരണാദീനി
മണ്ണ്, ജലം, വായു എന്നിവ മലിനീകരണമാക്കിയാൽ മൃത്ത് ജല വായു മലിനീകരണാദീനി. മൃത്ത്, മണ്ണ്, ഭൂമി, ജലം, വായു മലിനീകരണങ്ങൾ ഇതെല്ലാം തന്നെ പ്രകൃതി നാശയന്തി, ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നു. കാലാന്തരെ, കുറച്ച് കാലം കഴിഞ്ഞാൽ പരിസ്ഥിതിയെ സർവനാശോഭിഭവേത്, ഈ പരിസ്ഥിതി ആകെ നശിക്കും. ഇന്നെന്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 10, 70, 80 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പ്രകൃതി മനോഹാരിതയും ഗ്രാമപ്രദേശങ്ങളിൽ ഇല്ലാതായിട്ടുണ്ട്. പച്ച പിടിച്ച പാടങ്ങൾ, നീരൊഴുക്കുകൾ, അരുവികൾ, നീർച്ചോലകൾ, അല്ലെങ്കിൽ ഇളം തെന്നലുകൾ, അല്ലെങ്കിൽ വായു അവയൊക്കെ തന്നെ ഇവിടെ പലതരത്തിൽ ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാലാന്തരെ പരിസ്ഥിതേः സർവനാശോऽपि ഭവേത്. അതः പ്രകൃതേः സംരക്ഷണം പോഷണം ച മനുഷ്യാണം അസ്മാകം കർത്തവ്യം ഭവേത്. നമ്മൾ ആയിട്ട് എന്ത് ചെയ്യണം? പ്രകൃതേः സംരക്ഷണം പോഷണം, പ്രകൃതിയെ സംരക്ഷിക്കണം, അതിനെ വളർത്തണം. ഇതെല്ലാമാണ് മനുഷ്യാണം അസ്മാകം കർത്തവ്യം ഭവേത്, നമ്മുടെ കർത്തവ്യം. അസ്മാകം പൂർവജാഹ, നമ്മുടെ പൂർവികർ ഏതാൻ വിഭവാൻ യഥായോഗ്യം പരിപാലിതവന്തഃ, ഈ വിഭവങ്ങളെ വേണ്ട തരത്തിൽ പരിപാലിച്ചു. ഇത്യസ്മാത്, എന്ന കാരണം കൊണ്ട് അധുനാ അധികം അഭി, അധുനയ്ക്ക് ദീർഘമുണ്ട്, അധുനാ അധികം അഭി അധുനാഭി, നല്ലൊരു പദച്ഛേദമാണ് അവിടെ വരിക കേട്ടോ. അധുനാ ദീർഘമുണ്ട്, അധുനാ അഭി അധുനാഭി ഏതാൻ യഥേഷ്ടം ഉപയോക്തും ശക്നുമഹ, അവർ നല്ല രീതിയിൽ പരിപാലിച്ചതുകൊണ്ട് ഇന്ന് നമുക്ക് ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. വയമഭി, നമ്മളും, വയം അധികം അഭി, നമ്മളും പ്രകൃതേഹ സംരക്ഷകാഹ ഭവാമഹ, നമ്മളും ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നവരായി തീരണം. അഗ്രേ ഗച്ഛാമഹ, നമ്മൾ മുന്നോട്ട് പോകണം, നാശമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ പുരോഗതിയിലേക്ക് നമ്മൾ പോകണം. പ്രശസ്ത പ്രശസ്തനായ ഒരു ജൈവശാസ്ത്രജ്ഞനായിരുന്നു എം.എസ്. സ്വാമിനാഥ മഹോദയൻ. അദ്ദേഹം ഏവം ഉക്തമസ്തി, അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: മാനവാനം പ്രഗത്യായി, മാനവരുടെ പുരോഗതിക്ക്, സമ്യക് ജീവനായച്ച, അവരുടെ നല്ലതായിട്ടുള്ള ജീവിതത്തിനും പ്രകൃതി വിഭവാഹ, ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ അവശ്യം സംരക്ഷണീയ, വളരെ തീർത്തും നന്നായിട്ട് നമ്മൾ സംരക്ഷിക്കണം. തീർക്കല്ല, വളരെ നന്നായി നമ്മൾ സംരക്ഷിക്കണം. അതയവ ഉച്യത്തെ, അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഒരു ശ്ലോകം: പ്രകൃതിർ ജനനീ സൈവ സർവാൻ സന്തോഷയത്യഹോ, മാതൃവത് പാലനീയാ സാ പ്രകൃതിം വിനാ ന ജീവിതം. പ്രകൃതിർ ജനനീ സൈവ സർവാൻ സന്തോഷയത്യഹോ, പ്രകൃതി ജനനി, ഈ ഭൂമി നമ്മുടെ അമ്മയാണ്. സൈവ, സായേവ സർവാൻ സംപോഷണാണ്, എല്ലാത്തിനെയും വളർത്തുന്നത് ഈ പ്രകൃതിയാണ്. അതുകൊണ്ട് ഭൂമി അമ്മയാണ്. മാതൃവത് പാലനീയാസാ, ആ അമ്മയെപ്പോലെ പാലിക്കുന്ന അവള് പ്രകൃതിയും വിനാ ന ജീവിതം, പ്രകൃതിയെ കൂടാതെ, വിന എന്ന അവ്യയത്തിൻ്റെ യോഗത്തിൽ ദ്വിതീയ വിഭക്തി, പ്രകൃതിയും വിനാ ന ജീവിതം, പ്രകൃതിയെ കൂടാതെ നമുക്ക് ജീവിതമില്ല. ഒരു തവണ കൂടി: പ്രകൃതിർ ജനനീ സൈവ സർവാൻ സംപോഷയത്യഹോ, പ്രകൃതി ജനനിയാണ്, അവൾ എല്ലാവരെയും സംപോഷണം ചെയ്യുന്നു, വളർത്തുന്നു. മാതൃവത് പാലനീയ സാ, അമ്മയെപ്പോലെ പരിപാലിക്കുന്നു. പ്രകൃതിം വിനാ ന ജീവിതം, പ്രകൃതിയെ കൂടാതെ നമുക്ക് ജീവിതം ഇല്ല. അതഃ മാനവാഹ വയം പ്രകൃതേഹ സംരക്ഷകാഹ ഭവാമ ഇത്യുക്ത്വാ അഹം വിരമാമി. അതുകൊണ്ട് മനുഷ്യർ ഈ പ്രകൃതിയുടെ സംരക്ഷകരാകണം എന്ന് ഇതി ഉക്ത്വ, അതൊരു പ്രഭാഷണമല്ലായിരുന്നോ? മറന്നോ? ഇല്ലല്ലോ. ഈ പ്രഭാഷണം ഇവിടെ ഉപസംഹരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് മാനവാഹ, മനുഷ്യർ, പ്രകൃതേഹ സംരക്ഷകാഹ ഭവാമഹ, പ്രകൃതിയുടെ സംരക്ഷകരായി തീരണം. ഇത്യുക്ത്വ അഹം വിരമാമി, ഇത് പറഞ്ഞുകൊണ്ട്. ഇതി ഉക്ത്വ, അതാണ് ഇത്യുക്ത്വ. ഇതി അവദത്, ഇത്യവദ്, ഇതി അനേന, ഇത്യനേന എന്നൊക്കെ സന്ധി ഉണ്ട് മക്കളെ.
ഇതി ഉക്ത്വാ അഹം വിരമാമി. ഞാനിവിടുന്ന് ഉപസംഹരിക്കുന്നു. ധന്യവാദ. നന്ദി. പദച്ഛേദം. സർവനാശോപി സർവനാശഃ അപി അതഃ ഏവ പ്രകൃതിർജനനി പ്രകൃതിഃ ജനനി ഇത്യുക്ത്വാ ഇതി ഉക്ത്വാ വിഗ്രഹഃ മാനവരാശി മാനവാനാം രാശി സുസ്ഥിതയെ ശോഭേന സ്ഥിതിയാണ് സുസ്ഥിതി തസ്യൈ അതിനുവേണ്ടി അതാണ് സുസ്ഥിതയെ സുസ്ഥിതിക്ക് വേണ്ടി ചിത്രസ്യ ആശയാനുസാരം ഭിത്തിപത്രികാം രചയിതു. ചിത്രത്തിൻ്റെ ആശയം നോക്കുക, ഒരു ഭിത്തിപത്രിക രചിക്കുക. ഇവിടെ എന്തെല്ലാം ഉണ്ട്? പ്രഥമ ചിത്രം, ദ്വിതീയ ചിത്രം, തൃതീയ ചിത്രം, ചതുർത്ഥ ചിത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവന പോലെ എഴുതുക. ഉദാഹരണാനുസാരം ലിഖതു. ഉദാഹരണം പോലെ എഴുതുക. ഉദാഹരണം: വൃക്ഷസ്യ നാമ അശ്വത്ഥഃ. അപ്പോൾ വൃക്ഷ എന്ന വാക്ക് നമ്മൾ വൃക്ഷസ്യ എന്നാക്കി, ഷഷ്ടി വിഭക്തിയാക്കി. വൃക്ഷസ്യ എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിൻ്റെ, മനുഷ്യസ്യ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ, മാനവസ്യ എന്ന് പറഞ്ഞാൽ മാനവൻ്റെ, ഗജസ്യ എന്ന് പറഞ്ഞാൽ ആനയുടെ, കൃഷ്ണസ്യ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ, പർവ്വതസ്യ എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ. ഇപ്പോൾ കുറേ വാക്കുകൾ ടീച്ചർ പറഞ്ഞു, അതെല്ലാം ഷഷ്ടി വിഭക്തി ഏകോചനമാണ്. അപ്പോൾ വൃക്ഷ ശബ്ദത്തിൻ്റെ ഷഷ്ടി വിഭക്തി ഏകോചനം വൃക്ഷസ്യ. വൃക്ഷസ്യ നാമ അശ്വത്ഥഃ. ഈ വൃക്ഷത്തിൻ്റെ പേര് ആൽമരം എന്നാണ്. അടുത്തത് നോക്ക്, ഗ്രന്ഥ എന്നാണ് വാക്ക്. നമ്മൾ എങ്ങനെ പറയണം? ഗ്രന്ഥസ്യ നാമ അഭിജ്ഞാന ശാകുന്തളം. അഭിജ്ഞാന ശാകുന്തളം ഒരു കാളിദാസൻ എഴുതിയ കാളിദാസനാൽ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഒരു നാടകമാണ്. അത് കാളിദാസൻ്റെ നാടകങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനവും മുഖ്യവുമാണ്. അപ്പോൾ ഗ്രന്ഥസ്യ നാമ അഭിജ്ഞാന ശാകുന്തളം. വിദ്യാലയസ്യ നാമ GHS വെള്ളാർമല. വിദ്യാലയ എന്ന വാക്ക് വിദ്യാലയസ്യ എന്നാക്കി. അടുത്ത ഉദാഹരണം നോക്ക്, മാനവാനാം. അത് മാനവാഹ എന്ന വാക്ക്. മാനവഹ മാനവൗ മാനവാഹ. അതുപോലെ ഗ്രന്ഥ ഗ്രന്ഥോ ഗ്രന്ഥാഹ. മാനവാനാം എന്നാക്കി. അപ്പോൾ അത് ഷഷ്ടി വിഭക്തി ബഹുവചനാക്കി. വൃക്ഷസ്യ വൃക്ഷയോഹോ വൃക്ഷാണാം, ഗ്രന്ഥസ്യ ഗ്രന്ഥയോഹോ ഗ്രന്ഥാനാം, മാനവസ്യ മാനവയോഹോ മാനവാനാം. മാനവാഹ എന്നുള്ളത് എങ്ങനെയാക്കി? ഷഷ്ടി വിഭക്തി ബഹുവചനാക്കി. മാനവാനാം. ഇതിനാണ് മക്കളെ നേരത്തെ സിദ്ധരൂപം പഠിക്കണം എന്ന് പറഞ്ഞത്. നിത്യം വായിക്കുക. 10 ദിവസം വായിച്ചാൽ ഓക്കെയാണ് സിദ്ധരൂപം. ആ പദം പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ അതേപോലുള്ള വാക്കുകളെല്ലാം നമുക്ക് 7 വിഭക്തിയിലും പറയാൻ പറ്റും. 7 വിഭക്തി മാത്രമല്ല, ക്രിയകളുടെയും പറയുന്നുണ്ട്. സിംഹഃ സിംഹാഹ സിംഹാനാം, ശലഭാഹ ശലഭാനാം. ബഹുവചനാണ് പറയേണ്ടതെന്നാണ് അതിൻ്റെ ഉദ്ദേശം. ആഗമിനി കാലേ പരിസ്ഥിതി കീദൃശി ഭവിഷ്യതി ഇത് വിഷയം അധികൃത്യ സങ്കോഷ്ഠ്യം പ്രചാലയിതു. വരുന്ന കാലത്ത് എങ്ങനെയായിരിക്കും ഈ ചുറ്റുപാട് എന്നതിനെക്കുറിച്ച് നല്ല കുട്ടികളായിട്ട്, നല്ല ബുദ്ധിയുള്ള കുട്ടികളായിട്ട്, നല്ല ചിന്താശേഷിയുള്ള കുട്ടികളായിട്ട് നിങ്ങളിതിനെ പറ്റിയിട്ട് ഒരു ചെറുലേഖനം എഴുതുക. ഭൂവിഭവഃ തേഷാം ഉപയോഗഃ വിവിധാനി മലിനീകരണാനി പ്രകൃതിക്ഷോഭാഃ ജലോപപ്ല. പ്രകൃതിക്ഷോഭം പ്രകൃതിയിലുള്ള ഭൂമികുലുക്കം ഉരുൾപൊട്ടലും ഒക്കെ തന്നെ. ജലോപപ്ലവാഹ വെള്ളപ്പൊക്കം, സമുദ്രക്ഷോഭഃ കടലിൻ്റെ എന്താ പറയുക, കടൽ കരയെ ആക്രമിക്കുന്ന സമയമുണ്ടല്ലോ, എന്താ പറയുക, സുനാമിയൊക്കെ വന്നില്ലേ, സമുദ്രക്ഷോഭമല്ലേ അത്. ഊർജ ദൗർലഭ്യം, ഊർജത്തിൻ്റെ ദൗർലഭ്യം. ഊർജം, ഇപ്പോൾ എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ഊർജം വേണം. അപ്പോൾ നമ്മളെല്ലാം ഒരുക്കി വെച്ചിട്ട് കാര്യമില്ല. അതിൻ്റേതായിട്ടുള്ള ഊർജം കൊടുത്താലേ അത് പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളോടൊന്നും അധികം പറയേണ്ടതില്ല, അല്ലെങ്കിൽ നിങ്ങളത് എന്നോട് പറഞ്ഞാൽ മതി. പ്രകൃതിമധികൃത്യ ഉദ്ധരണീഹി മുദ്രാവാചകം രചയതു സമ്പുട നിർമ്മാതു. പ്രകൃതിയെ അധികരിച്ചിട്ട് ഉദ്ധരണീഹി അല്ലെ മുദ്രാവാചകം രചയതു. പ്രകൃതി രക്ഷ അസ്മാകം സുരക്ഷ. ഇതിന് ഇത് ഒരു മുദ്രാവാക്യമാണ്. പ്രകൃതി രക്ഷ അസ്മാകം സുരക്ഷ. ഇതേപോലെ നിങ്ങൾക്ക് തോന്നുന്ന എന്താ പറയുക, ഉദ്ധരണികൾ എഴുതുക. പദാനാർത്ഥം ലിഖതോ സദുപയോഗ. നല്ല ഉപയോഗം, നന്നായിട്ടുള്ള ഉപയോഗം. പ്രകൃതി ഈ ലോകം,
ഈ ഭൂമി, ചുറ്റുപാടുമുള്ള ഈ ഇത് ലോകം, പാദപഃ വൃക്ഷഃ, തോഷഃ സന്തോഷഃ, കൗമുദി നിലാവ്, ജ്യോത്സ്ന, വായു ശ്വസനഃ സ്പർശനോ വായുർമാതരിശ്വ സദാഗതി. അതാണ് വായുവിൻ്റെ പര്യായം. ശ്വസനത്തിന് വായു വേണ്ടേ. സ്പർശനഃ വായുവിൻ്റെ ഒരു ഇതാണ് സ്പർശിക്കുക എന്നുള്ളത്, സ്പർശനം. വായു മാതരിശ്വ സദാഗതി. നാമരൂപങ്ങൾ ദകാരാന്ത ത്രിഷുലിംഗേഷു സമാനഃ യുഷ്മശബ്ദ. നമ്മൾ അസ്മത് ശബ്ദം പഠിച്ചു, ഞാൻ. ഇനി നമ്മൾ നീ എന്ന വാക്കിൻ്റെ 7 വിഭക്തിയാണ് പഠിക്കാൻ പോകുന്നത്, യുഷ്മത് ശബ്ദത്തിൻ്റെ. ഞാൻ വായിക്കാം, നിങ്ങളും കൂടെ വായിക്കണം. ഏകോദനം ദ്വിവചനം ബഹുവചനം ആദ്യം എഴുതുമല്ലോ. മാർജനിൽ പ്രഥമ ദ്വിതീയ തൃതീയ എന്നൊക്കെ ഉണ്ടാവണമല്ലോ. പ്രഥമ വിഭക്തിയിൽ ത്വം യുവാം യൂയം, നീ നിങ്ങൾ രണ്ടുപേർ നിങ്ങൾ. ദ്വിതീയ വിഭക്തിയിൽ ത്വാം ത്വാ നിങ്ങളെ, നിന്നെ. യുവാം വാം നിങ്ങൾ രണ്ടുപേരെ. യുവാൻ യുഷ്മാൻ വഹ നിങ്ങളെ. തൃതീയ അവിടെ 2 രൂപം ഉണ്ടെന്നുള്ളതാണ്. ത്വാം ത്വാ യുവാം വാം യുഷ്മാൻ വഹ. തൃതീയ വിഭക്തിയിൽ ത്വയാ യുവാഭ്യാം യുഷ്മഭിഹി, നിന്നാൽ നിങ്ങളെ രണ്ടുപേരാൽ, യുഷ്മഭിഹി നിങ്ങളാൽ. ചതുർത്ഥി വിഭക്തിയിൽ തുഭ്യം തേ നിനക്ക് വേണ്ടി, യുവാഭ്യം നിങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടി, യുഷ്മഭ്യം നിങ്ങൾക്ക് വേണ്ടി. മറ്റേത് തന്നെയാണ് ചെറിയ വാക്കിൻ്റെയും. തേ യുഷ്മഭ്യം യുവാഭ്യം വാം എന്നൊക്കെ പറഞ്ഞല്ലോ, അത് അതേ അർത്ഥം തന്നെയാണ്. പഞ്ചവിഭക്തിയിൽ ത്വത് നിന്നിൽ നിന്ന്, യുവാഭ്യം നിങ്ങൾ രണ്ടുപേരിൽ നിന്ന്, യുഷ്മത് നിങ്ങളിൽ നിന്ന്. ഷഷ്ടി വിഭക്തിയിൽ തവ തേ നിന്റെ, യുവയോഹോ വാം നിങ്ങളുടെ രണ്ടുപേരുടെ. 2 രൂപം ഉണ്ടെങ്കിലും ഒരേ അർത്ഥമാണ്, യുഷ്മാകമഹ നിങ്ങളുടെ. സപ്തമി വിഭക്തിയിൽ ത്വയി യുവയോഹോ യുഷ്മാസു. ഇനി കൂടെ പറയണം. ദകാരാന്തഃ യുഷ്മശബ്ദഃ ത്രിഷുലിംഗേഷു സമാനഃ. പ്രഥമ വിഭക്തി ത്വം യുവാം യൂയം, സംബോധന പ്രഥമല്യ. ദ്വിതീയ ത്വാം ത്വാ യുവാം വാം യുഷ്മാൻ വഹ. തൃതീയ ത്വയാ യുവാഭ്യാം യുഷ്മഭിഹി. ചതുർത്ഥി തുഭ്യം തേ യുവാഭ്യം വാം യുഷ്മഭ്യം വഹ. പഞ്ചമി ത്വത് യുവാഭ്യം യുഷ്മത്. ഷഷ്ടി തവ തേ യുവയോഹോ വാം യുഷ്മാകം വഹ. സപ്തമി ത്വയി യുവയോഹോ യുഷ്മാസു. ധാതുരൂപങ്ങൾ ധാതുരൂപങ്ങൾ. ഇഷുധാതു ഇച്ഛ എന്ന ആഗ്രഹം, പരസ്മൈപതി ലട്ട്. ഗച്ഛതി ഗച്ഛതഃ ഗച്ഛന്തി, പടതി പടതഃ പടന്തി പോലെ തന്നെയാണ് ഈ വാക്ക്. പക്ഷേ ഇഷുധാതു ഇച്ഛതി എന്നായി മാറുണ്ടെന്ന് മാത്രം. പ്രഥമ പുരുഷനിൽ ഇച്ഛതി ഇച്ഛതഃ ഇച്ഛന്തി. അവിടെ പല ആൾക്കാർക്കും കർത്താവാകാലോ. സഹ സാ രാമഹ സീത, പിന്നെന്താണ് അധ്യാപക അധ്യാപിക, എന്തും വരാം അവിടെ. ഇനി മധ്യമപുരുഷനിൽ ഇച്ഛസി ഇച്ഛതഃ ഇച്ഛത, അവിടെ 3 ആൾ മാത്രമേ വരാൻ പാടുള്ളൂ. ത്വം യുവാം യൂയം. ഉത്തമ പുരുഷനിൽ 3 പേര് മാത്രം, അഹം ആവാം വയം. അഹം ഇച്ഛാമി ആവാം ഇച്ഛാവഹ വയം ഇച്ഛാമഹ. അപ്പോൾ ഒന്നിച്ച് വായിക്കട്ടെ. ഇച്ഛതി ഇച്ഛത ഇച്ഛന്തി, ഇച്ഛസി ഇച്ഛതഃ ഇച്ഛത, ഇച്ഛാമി ഇച്ഛാവഹ ഇച്ഛാമഹ. ശബ്ദകോശം അർത്ഥം. ആധാരഭൂത അധികരണഭൂത അടിസ്ഥാനമായത് പ്രകൃതി വിഭവ, പ്രകൃത്യാഹ വിഭവ, പ്രകൃതി വിഭവങ്ങൾ, പ്രഗതി പുരോഗതി, മാനവരാശി മനുഷ്യ സമൂഹ, വക്തും ഭാഷിതും പറയുന്നതിന് വേണ്ടി, സദുപയോഗ സമ്യക് ഉപയോഗ നല്ല ഉപയോഗം, അധികതാംശാഹ ആശയാനുസാരം, ഭിത്തിപത്രിക അരചെയ്ത് ഭിത്തിപത്രിക എഴുതണം, വിഭക്തി അനുസാരം വാക്യാനി അപൂരയത്, ലഘു ടിപ്പണിയും അലിഖത്, മുദ്രാവാക്യം വിരച്ച ടിപ്പണിയും അലിഖത്. ഇനി ചിത്രം നിരീക്ഷ്യ ആശയം വധതു, ചിത്രം നോക്കി ആശയം പറയുക. ഇതാ പലതും പറയാൻ ഇവിടെ ഉണ്ട് അല്ലേ. അടുത്തത് 10ാമത്തെ പാഠമാണ്. ഇവിടെ എന്തെല്ലാം പറയാം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു വാക്യം ഞാൻ പറയാം. ഖഗഃ ഡയതേ, ഖഗഃ വൃക്ഷേ ഉപവിശതി, ഖഗാഹ ഡയന്തേ, ഡയതേ പറക്കുന്നു. ഖഗാഹ ഡയന്തേ, എനിക്കത് എന്തായിട്ടും ശരിക്കും മനസ്സിലാവണില്ല, റോസ് കളറുള്ള ചിത്രം. പിന്നെ ബാലകാഹ ക്രീഡന്തി, സമീപേ ശുനകഃ അസ്തി, അത്ര ഏകന്തേ ത്രീണി ചത്വരി പഞ്ചബാലകാഹ സന്തി, അത്ര ദ്വേ ബാലികേ സ്തഃ. എന്താ കണ്ണിൻ്റെ പ്രശ്നമുണ്ടോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇനി 10ാമത്തെ പാഠമാണ്. നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം മുതൽ ഈ പാഠം ഒന്ന് വായിക്കേണ്ടതാണ്. വളരെ നല്ലൊരു പാഠമാണ്. അതുകൊണ്ട്
നവമഃ പാഠഃ അഗ്രേ ഗച്ഛാമഃ. മുന്നോട്ട് പോകാം. ചിത്രസ്യ വിശകലനം കൃത്വ സ്വമതം വദതു. ചിത്രം നോക്കി സ്വന്തം അഭിപ്രായം പറയുക. ഇവിടെ ഒരു വാക്കിൻ്റെ പേര് വിട്ടുപോയിട്ടുണ്ട്, സമയം കിട്ടിയില്ല അത് നോക്കി മനസ്സിലാക്കാൻ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറയണം. സാഹിത്യ അന്യതമ അതുല്യാച്ച ഏക കലാഭവതി പ്രഭാഷണം. സാഹിത്യത്തിൽ നിരുപമമായ ഒരു കലയാണ് പ്രഭാഷണം. തേ മാനവാനാം ജീവനെ പരിവർത്തനം സാധ്യം. അവ മാനവരുടെ ജീവനത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ സാധ്യമാണ്. പ്രഭാഷണം മാനവ ഹൃദയ ആവർജകം, മാനവരുടെ ഹൃദയത്തെ ആകർഷിക്കുന്നതും പരിവർത്തനത്തെ ഉണ്ടാക്കുന്നതും ആർദ്രജനകം, സ്നേഹം ജനിപ്പിക്കുന്നതും സന്തോഷം ജനിപ്പിക്കുന്നതും ആണ്. മഹാത്മനാം പ്രഭാഷണാനി സാമൂഹിക പരിഷ്കരണേ നിതരാം സ്വാധീനം കുർവന്തി. ഇവ സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഏകം പ്രഭാഷണം ശൃണുമഃ. ഒരു പ്രഭാഷണം നമുക്ക് കേൾക്കാം. നമ സഭായേ. സഭയ്ക്ക് വന്ദനം. പ്രിയമിത്രാണി, എൻ്റെ പ്രിയമിത്രങ്ങളെ, അഹം ഏകം പ്രകൃതി വിഭവാനാം സദുപയോഗ വിധിവിഷയമധികൃത്യ കിഞ്ചിത് വക്തുമിച്ഛാമി. വിഷയം പറഞ്ഞു. പ്രകൃതി വിഭവാനാം സദുപയോഗ, പ്രകൃതി വിഭവങ്ങളുടെ നന്നായിട്ടുള്ള ഉപയോഗത്തിന് ഉപഭോഗം ചെയ്യുക, അത് വേണ്ട തരത്തിൽ മാത്രം ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. പരിതോ വിദ്യമാന സ്ഥിതി ഏവ പരിസ്ഥിതി രീതി വ്യവഹ്രിയതേ. ചുറ്റുമുള്ളതായ സ്ഥിതിയാണ് പരിസ്ഥിതി. സാ ഏവ പരിസ്ഥിതി മാനവാനാഭിജീവനസ്യ ആധാരഭൂത ഭവതി. മനുഷ്യരുടെ ജീവിതത്തിൽ അടിസ്ഥാനം ഈ പ്രകൃതിയാണ്, പരിസ്ഥിതിയാണ്. അസ്മാൻ പരിതഃ വിദ്യമാനാः പ്രകൃതിവിഭവാः സാർവകാലികാः ഇതി യൂയം ചിന്തയതഃ കിം. നമ്മളിവിടെ അനുഭവിക്കുന്ന ഈ പ്രകൃതി വിഭവങ്ങളൊക്കെ എല്ലാ കാലത്തേക്കും ഉള്ളതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് മാത്രം മതിയോ? ഇനി വരുന്നവർക്കൊന്നും വേണ്ടേ? മാനവരാശിയെ സുസ്ഥിതയെ പ്രകൃതി വിഭവാഹ മഹസ്ഥാനമസ്തി. മാനവരാശിയുടെ സുസ്ഥിതിക്ക് വേണ്ടി പ്രകൃതി വിഭവങ്ങൾ വളരെയധികം മുഖ്യമായ സ്ഥാനം വഹിക്കുന്നു. തേ വിഭവാഹ ഭവന്തി. ആ വിഭവങ്ങളാണ് ഭൂമി, വായു, തേജസ് എന്ന് പറഞ്ഞാൽ അഗ്നി, ജലം, വൃക്ഷലതാദയ ഇത്യാദയ. വിഭവാനാമേതേഷാം സമ്യക് ഉപയോഗ. ഈ വിഭവങ്ങളുടെ നല്ലതായിട്ടുള്ള ഉപയോഗമേവ മാനവാനം പ്രഗതേഹ കാരണം ഭവതി. ഇതാണ് മാനവരുടെ പുരോഗതിക്കുള്ള കാരണം. നോച്ചേത് അല്ലെങ്കിൽ മാനവരാശേഹ സർവനാശം ഭവേത്. അല്ലെങ്കിൽ മാനവരാശിക്ക് നാശം സംഭവിക്കും, നല്ല മുഴുവനും നശിക്കും. മൃത്ത് ജല വായുമലിനീകരണാദീനി പ്രകൃതി നാശയന്തി. മൃത്ത്, മണ്ണ്, ജലം, വായു ഇവയെല്ലാം വായുമലിനീകരണങ്ങൾ ഇതെല്ലാം തന്നെ പ്രകൃതിയെ നശിപ്പിക്കുന്നു. കാലാന്തരെ പരിസ്ഥിതേഹ സർവനാശോഭി ഭവേത്. അങ്ങനെ പരിസ്ഥിതി മുഴുവനായി നശിക്കും. അത് പ്രകൃതേഹ സംരക്ഷണം പോഷണം മനുഷ്യാണ് അസ്മാകം കർത്തവ്യം ഭവതി. അതുകൊണ്ട് പ്രകൃതിയുടെ സംരക്ഷണവും പോഷണവും മനുഷ്യരായ നമ്മുടെ കർത്തവ്യമാണ്. അസ്മാകം പൂർവജാഹ ഏതാൻ വിഭവാൻ. നമ്മുടെ പൂർവജന്മാർ, മുൻഗാമികൾ ഈ വിഭവങ്ങളെ യഥായോഗ്യം പരിപാലിതവന്തഃ, വളരെ നന്നായി പരിപാലിച്ചിരുന്നു. ഇത്യസ്മാത്, അതുകൊണ്ട് അധുനാപി ഏതാൻ യഥേഷ്ടം ഉപയോക്തും ശക്നുമഃ. അതുകൊണ്ട് ഇന്ന് നമുക്ക് വേണ്ട പോലെ ഉപയോഗിക്കാം. അവർ എത്രയെത്രയോ ജലാശയങ്ങൾ നിർമ്മിച്ചു, എത്രയെത്രയോ തണൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു, എത്രയോ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആവാസസ്ഥാനങ്ങൾ ഒരുക്കി, ഈ എത്രയോ ഹരിതാഭമായ സ്ഥലങ്ങളെ സൃഷ്ടിച്ചു. അല്ലെങ്കിൽ കൃഷിയെ വളർത്തുന്നതിനുള്ള പരിപാടികൾ അവർ ആസൂത്രണം ചെയ്തു. അതായത് അങ്ങനെ പലതരത്തിലും നമ്മുടെ പൂർവജർ നമുക്ക് മാതൃകയായിട്ട് എടുക്കേണ്ടതാണ്. നമുക്ക് ഉപകാരമേ അവർ ചെയ്തിട്ടുള്ളൂ. അസ്മാകം പൂർവജാഹ ഏതാൻ വിഭവാൻ യഥായോഗ്യം പരിപാലിതവന്തഃ, പരിപാലിച്ചു. ഇത്യസ്മാത് അധുനാഭി, ഇന്നും അധുനാ അഭി ഏതാൻ യഥേഷ്ടം ഉപയോക്തും ശക്നുമഃ. ഇന്നും നമുക്കത് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. വയമപി പ്രകൃതിയെ സംരക്ഷകാഹ ഭവാമഹ. നമ്മളും പ്രകൃതിയെ സംരക്ഷിക്കുന്നവരാകണം. അഗ്രേ ഗച്ഛാമഹ. നമുക്ക് മുന്നോട്ട് പോകണം. പ്രശസ്ത ജൈവശാസ്ത്രജ്ഞനായ എം.എസ്. സ്വാമിനാഥ മഹോദയന, എം.എസ്. സ്വാമിനാഥൻ എന്ന മഹാത്മാവിനാൽ ഏവം ഉക്തമസ്തി, ഇങ്ങനെ പറയപ്പെട്ടിരുന്നു.
മാനവാനം പ്രഗത്യേ, മാനവരുടെ പുരോഗതിക്ക് വേണ്ടി, സമ്യക് ജീവനായ ച, നന്നായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി, പ്രകൃതി വിഭവാഹ, ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ അവശ്യം സംരക്ഷണീയ, കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെടണം എന്ന്. അത ഉച്യത്തെ, അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു. പ്രകൃതിർ ജനനീ സൈവ സർവാൻ സംപോഷയത്യോ. വേണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയും പറയാം. പ്രകൃതിയും അമ്മയും എല്ലാത്തിനെയും സംപോഷണം വളർത്തുകയാണ് ചെയ്തത്. മാതൃവത് പാലനീയ സാ പ്രകൃതി വിനാ ജീവിതം. അതുകൊണ്ട് അമ്മയെപ്പോലെ സംരക്ഷിക്കണം. പ്രകൃതിയെ കൂടാതെ എന്ത് ജീവിതം? അതഹ മാനവ പ്രകൃതേ സംരക്ഷക ഭവാമഹ ഇത്യുക്താഹം വിരമാമി. അതുകൊണ്ട് മനുഷ്യർ ഈ ഭൂമിയുടെ സംരക്ഷകരായി തീരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. വിജയാശംസകൾ. നമസ്തേ.